الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله اللهم صل عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين أما بعد. സഹോദരങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് അൽ മുഹാഫളത്തു അല സുന്ന, സുന്നത്ത് പിന്തുടരുന്നതിൻ്റെ പ്രാധാന്യം എന്നതിനെക്കുറിച്ച് ഇമാം നവവി റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ള ഹദീസുകളായിരുന്നു. ആ ബാബിൽ ബാക്കിയുള്ള ഹദീസുകൾ നമുക്ക് ഇന്ന് വായിക്കാം. عن أبي موسى رضي الله عنه قال رسول الله صلى الله عليه وسلم إن مثل ما بعثني الله به من الهدى والعلم. അള്ളാഹു എന്നെ നിയോഗിച്ചപ്പോൾ എൻ്റെ അടുത്ത് തന്നയച്ചിട്ടുള്ള സന്മാർഗത്തിൻ്റെയും ഇൽമിൻ്റെയും ഹുദയുടെയും ഇൽമിൻ്റെയും ഉപമയെന്ന് പറഞ്ഞാൽ കമസലി ഗൈസ്, ഒരു മഴ പോലെയാണ്. അസാബ അർദൻ, ആ മഴ ഒരു മണ്ണിൽ പെയ്തിറങ്ങി. ഫകാനത് മിൻഹ ത്വായിഫത്തുൻ ത്വയ്യിബ, അപ്പോൾ ആ മണ്ണിൽ ചില പ്രദേശങ്ങൾ നല്ല മണ്ണാണ്. ഖബിലത്തിൽ മാഅ ഫഅംബതത്തിൽ കലഅ വൽ ഉശ്ബൽ കസീർ, ആ മണ്ണെന്ത് ചെയ്തു? നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ്. അത് ഈ വെള്ളത്തെ സ്വീകരിച്ച് ധാരാളം ചെടികളും പുല്ലും ഒക്കെ അവിടെ മുളച്ചു പൊന്തി. വകാന മിൻഹ അജാദിബ്, ആ മണ്ണിൽ വരണ്ട ചില സ്ഥലങ്ങളുണ്ട്, ഒന്നും മുളക്കാത്ത തരത്തിലുള്ള മണ്ണുണ്ട്. അംസകത്തിൽ മാഅ അഫ്വൻ വകാന മിൻഹ അജാദിബ്, അതിൽ ചെടികൾ മുളക്കാത്ത മണ്ണുണ്ട്. അംസക്കത്തിൽ മാഅ ഫനഫ അല്ലാഹു ബിഹന്നാസ്, അത് വെള്ളം വലിച്ചെടുക്കുന്നു, പക്ഷെ ചെടികളൊന്നും മുളക്കുന്നില്ല. അങ്ങനെ ചില സ്ഥലങ്ങളുണ്ടാകും. അപ്പോൾ എന്താണ് സംഭവിക്കുക? അങ്ങനെ വെള്ളം അവിടെ കെട്ടി നിൽക്കും. വെള്ളം വലിച്ചെടുക്കുകയല്ല, വെള്ളം കെട്ടി നിൽക്കും. അതുകൊണ്ട് ആ വെള്ളം കൊണ്ട് ആളുകൾക്ക് ഉപകാരമുണ്ടാകും. ഫനഫ അല്ലാഹു ബിഹന്നാസ്, അള്ളാഹു ആ നാട് കൊണ്ട്, ആ പ്രദേശം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു. ഫശരിബു മിൻഹ വസഖു വസറഉ, അവർക്ക് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ നനക്കാനും അവരുടെ കന്നുകാലികൾക്ക് കൊടുക്കാനും ഒക്കെ സാധിച്ചു. വഅസാബ ത്വായിഫത്തുൻ മിൻഹ ഉഖ്റ ഇന്നമാ ഹിയ ഖീആൻ, മറ്റ് ചില പ്രദേശങ്ങളുണ്ട്, അവയുടെ പ്രത്യേകത എന്താണ്? ലാ തുംസികു മാഅൻ വലാ തുംബിതു ഖലഅൻ, ചതുപ്പ് പോലെയുള്ള സ്ഥലം, വെള്ളത്തെ പിടിച്ചു നിർത്തുകയില്ല, വെള്ളത്തെ മുഴുവൻ വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകും. വലാ തുംബിതു ഖലഅൻ, അവിടെ ഒരു ചെടിയും മുളക്കുകയുമില്ല. ഫദാലിക മസലു മൻ ഫഖഹ ഫീ ദീനില്ലാഹ്, ഈ ഉപമ, ഇതിൽ പറഞ്ഞ 3 തരത്തിലുള്ള മണ്ണ്, അതാരുടെ ഉപമയാണ്? ഒന്നാമത് പറഞ്ഞ കൂട്ടര് മൻ ഫഖഹ ഫീ ദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിൽ അറിവ് നേടിയ ആളുകളാണ്. ഫിഖ്ഹ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഫഹ്മ് എന്നാണ്. ഫഹ്മ് എന്ന് പറഞ്ഞാൽ എന്താ? കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കുക, മനസ്സിലാക്കുക, അതാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ പറ്റി ശരിയായി മനസ്സിലാക്കിയ ആൾ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന ശരിയായ വിശ്വാസങ്ങൾ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന ശരിയായ ഇബാദത്തുകളുടെ രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ഇത് ശരിക്കും മനസ്സിലാക്കിയ ഇതിൽ ഫിഖ്ഹുള്ള ഒരാളുടെ ഉദാഹരണമാണ് ആദ്യം പറഞ്ഞത്. അങ്ങനെയുള്ള ആളുടെ പ്രത്യേകത എന്താണ്? വനഫഅഹു മാ ബഅസനില്ലാഹു ബിഹി ഫഅലിമ വഅല്ലം, അവൻ സ്വയം അറിവ് നേടുകയും ചെയ്യും, മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ദീൻ അയാൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും? അയാളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകും, അയാൾക്കും ഉപകാരമുണ്ടാകും, മറ്റുള്ളവർക്കും ഉപകാരമുണ്ടാകും. വമസലു മൻ ലം യർഫഅ ബിദാലിക റഅസൻ, അവസാനം പറഞ്ഞ ആളുകൾ, അവരുടെ പ്രത്യേകത എന്താണ്? മൻ ലം യർഫഅ ബിദാലിക റഅസൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ ഇൽമ് വഹി അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത, അതിന്റെ നേരെ തല ഉയർത്താത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഇൽമിനോട് അവഗണന, അങ്ങനെയുള്ള ആളുകൾ ഈ മൂന്നാമത് പറഞ്ഞ ആളുകൾ മണ്ണ് പോലെയാണ്. രണ്ടാമത് പറഞ്ഞ ആളുകളുടെ പ്രത്യേകത എന്താണ്? അവര് ഇൽമ് പഠിച്ചു. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയാണ്, അവരുടെ ഉപമ ആരോടാണ് അവർ ആ മണ്ണിനെ ഉപമിച്ചിട്ടുള്ളത്? ചില ആളുകൾ അവർ അള്ളാഹുവിന്റെ ദീൻ പഠിച്ചു, ഹിഫ്ലാക്കി, മനപ്പാഠം പഠിച്ചു, ഖുർആനൊക്കെ ഹിഫ്ലാക്കി, ഹദീസുകളെ ഹിഫ്ലാക്കി, പക്ഷെ അതിൽ അവർക്ക് ഫിഖ്ഹ് ഇല്ല, ആഴത്തിലുള്ള അവഗാഹമില്ല. അങ്ങനെ അവർ ഹിഫ്ലാക്കിയത് അവർ കൈമാറും, അടുത്ത ആൾക്ക് പഠിപ്പിക്കും. അങ്ങനെ അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകും. ഈ വെള്ളം കെട്ടി നിന്നതുപോലെ അവർക്ക് സ്വന്തമായിട്ട് ഉപകാരമില്ല, എന്നാൽ മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടാകും. അവർക്ക് കൂടുതൽ ഫിഖ്ഹ് ഇല്ലാത്തത് കൊണ്ട് വലിയ ഉപകാരം അവർക്ക് ഉണ്ടാവുകയില്ല, പക്ഷെ മറ്റുള്ളവർക്ക് അത് കൈമാറാൻ അവർക്ക് സാധിക്കും. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്?
അള്ളാഹുവിന്റെ ദീൻ ശരിക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അതാണ് മനുഷ്യർക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം, ദർജ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ദീനിന്റെ നിയമങ്ങൾ അത് മനഃപ്പാഠം പഠിക്കുന്ന, അതിൽ കാര്യമായ അവഗാഹമില്ലാത്ത ആളുകൾക്കും ഇസ്ലാമിൽ ശ്രേഷ്ഠതയുണ്ട്, സ്ഥാനമുണ്ട്. ഇപ്പൊ ഖുർആനൊക്കെ പഠിക്കുന്ന ആൾക്കാർ ചിലർ ഒന്നും അറിയില്ല, അവർ വെറുതെ അങ്ങനെ ഹിഫ്ളാക്കി അതിങ്ങനെ പഠിപ്പിക്കുന്നു, ഒരക്ഷരം തെറ്റാതെ ഓതാൻ അറിയാം, പക്ഷെ അവർക്ക് കാര്യമായ വിവരമില്ല എന്ന് പറയുന്നത് ശരിയല്ല. അവരെ കൊണ്ട് ഉപകാരമുണ്ടാകും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, റുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഇൻ. എത്ര ആളുകളുണ്ട്, അവർ ഒരു കാര്യം മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കും, ഈ എത്തിച്ചു കൊടുക്കപ്പെടുന്ന ആൾ, അത് കേൾക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നവനേക്കാളും പിന്നീട് അത് ഗ്രഹിക്കാൻ സാധിക്കും. അപ്പൊ ഈ അധ്യാപകർ ചിലപ്പോൾ അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ നാളെ വലിയ പണ്ഡിതന്മാരായി മാറിയേക്കാം, അവർക്ക് കൂടുതൽ അറിവ് കിട്ടിയേക്കാം. അപ്പൊ അതിന്റെ ഒരു കാരണക്കാരായി മാറുന്നുണ്ട്. അപ്പൊ ദീൻ പഠിക്കുന്നതിന്റെ, സുന്നത്ത് പഠിക്കുന്നതിന്റെ മഹത്വം ആണ് ഈ ഹദീസിന് മനസ്സിലാക്കേണ്ടത്. അടുത്ത ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലി വമസലുക്കും, എന്റെയും നിങ്ങളുടെയും ഉപമ എന്ന് പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനും നിങ്ങളും തമ്മിൽ, ഈ ഉമ്മത്തും തമ്മിലുള്ള ഉപമ എന്ന് പറഞ്ഞുകൊണ്ട് ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന്റെ മികവാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ് വിവരിച്ചു കൊടുക്കുക. ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാര്യത്തോട് താരതമ്യം ചെയ്യുന്നതാണ് ഉപമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആശയം ശരിക്കും ഗ്രഹിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കണ്ണുകൊണ്ട് കാണുന്ന ഒരു വസ്തുവുമായിട്ട് അതിനെ താരതമ്യം ചെയ്ത് പറയുക, അതാണ് ഉപമ, മസൽ എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഉപമ? കമസലി റജുലിൻ, ഒരു മനുഷ്യനെ പോലെയാണ്. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ ഖദ നാറൻ, അദ്ദേഹം തീ കത്തിച്ചു. ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹ. അപ്പോൾ ഈ തീ കണ്ടപ്പോൾ, ജനാദിബ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളി, ചെറിയ പ്രാണികളാണ്. വൽ ഫറാഷ്, ഫറാഷ് എന്ന് പറഞ്ഞാൽ പാറ്റ. ഈ പാറ്റകളും ചെറിയ ചെറിയ പ്രാണികളും ഒക്കെ ആ തീയിൽ വന്ന് വീഴാൻ തുടങ്ങി. നമുക്കറിയാം ഈ ഇങ്ങനെയുള്ള ജീവികളുടെ പ്രത്യേകത, അതിന് വളരെ ചെറിയ ആയുസാണ്, ഏതാനും മണിക്കൂറുകൾക്ക് അവർ ജീവിക്കുള്ളൂ. അതിന്റെ മുട്ട വിരിഞ്ഞ് അത് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത് കാണുന്ന ഒരു തീയിൽ പോയിട്ട് വീണ് അവസാനിക്കും. അതാണ് അവരുടെ പ്രത്യേകത. അങ്ങനെ ആളുകൾ തീയിൽ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്, ഈ പ്രാണികൾ തീയിൽ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാണികൾ ആരാണ്? നമ്മളൊക്കെയാണ്, വിശ്വാസിയുടെ ഉമ്മത്താണ്. അപ്പൊ നരകത്തിലേക്ക് പോയി വീണുകൊണ്ടിരിക്കുകയാണ് ഈ ഉമ്മത്തിലെ ആളുകൾ. വഹുവ യദുബ്ബുഹുന്ന അൻഹാ, അവിടെ തീ കത്തിച്ചു എന്നുള്ളത് വിശ്വാസം നരകം ഉണ്ടാക്കി എന്നതിനുള്ള ഉദാഹരണമല്ല, തീ കത്തിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഉപമ. അപ്പോൾ ഒരു തീ ഒരു സ്ഥലത്ത് കത്തുന്നുണ്ട്, അതിൻ്റെ അടുത്തേക്ക് ആളുകൾ പോയി വീണുകൊണ്ടേയിരിക്കുകയാണ്, ഈ പ്രാണികൾ പോയി വീണുകൊണ്ടിരിക്കുകയാണ്. ഈ ആൾ എന്ത് ചെയ്യുന്നു? യദുബ്ബുഹുന്ന അൻഹ, ആ പ്രാണികൾ ആ തീയിൽ നിന്ന് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഉപമ ഒരുപാട് കാര്യങ്ങൾ അത് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, മനുഷ്യന്റെ വിഡ്ഢിത്തം. മനുഷ്യനെന്ന് പറയുന്നത് ഈ പ്രാണികളെ പോലെയാണ്, നരകത്തിലേക്ക് പോയി വീണുകൊണ്ടിരിക്കുകയാണ്. ഈ തീയിന്റെ പ്രത്യേകത എന്താണ്? പ്രാണികൾ തീ കണ്ടാൽ അവരാ തീയിൽ നിന്ന് എന്തോ ഉപകാരം കിട്ടാനുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് തീയിന്റെ അടുത്തേക്ക് പോകുന്നത്. ആ വെളിച്ചം കണ്ടിട്ട് അവരുടെ കണ്ണ് മഞ്ഞളിച്ച് അത് എന്തോ ഉപകാരമുള്ള സാധനമാണെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇതുപോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ. നമ്മൾ ദുനിയാവിന്റെ സുഖങ്ങൾ, ഷഹവാത്ത്, സുയ്യിന ലിന്നാസി ഹുബ്ബു ഷഹവാത്ത്, മനുഷ്യന് ദുനിയാവിൽ അവന്റെ സുഖങ്ങൾ ഭംഗിയായി കാണിക്കപ്പെട്ടിരിക്കുന്നു. മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീറുൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹർസ്, കന്നുകാലികൾ, സ്ത്രീകൾ, കുട്ടികൾ, കുന്നുകൂട്ടിയ സ്വർണം, വെള്ളി, കൃഷി, ഇതൊക്കെ മനുഷ്യന് എന്തോ ഉപകാരമുണ്ട്, ഇതൊക്കെ സംഭരിച്ചാൽ, ശേഖരിച്ചാൽ എന്തോ ഗുണമുണ്ടാകും എന്ന് തോന്നുകയാണ് ഈ പ്രാണി തീ കണ്ടതുപോലെ. പക്ഷെ അതിന്റെ അടുത്തെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ അത് നരകമാണ്. ഹലാലായ മാർഗത്തിലൂടെ അല്ല ഇതൊക്കെ സമ്പാദിച്ചതെങ്കിൽ നരകമാണ്. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നരകം അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് ജിബ്രീലിനോട് നരകം പോയി കാണാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹി സ്വലാം പോയി കണ്ടിട്ട് വന്ന് പറഞ്ഞു, ഈ നരകം ഒരാൾ മനസ്സിലാക്കിയാൽ, ഇതിനെക്കുറിച്ച് അള്ളാഹു തആല വഹി അവതരിപ്പിക്കുമല്ലോ, വർണ്ണിച്ചു കൊടുക്കുമല്ലോ ഖുർആനിലൂടെ, അത് കേട്ടാൽ ഒരാളും നരകത്തിലേക്ക് പോവുകയില്ല, നരകത്തിന്റെ ഭീകരമായ അവസ്ഥ കണ്ടിട്ട്. അത്രയും ഭീകരമാണ്. ഇതിനെപ്പറ്റി കേട്ടാൽ പിന്നെ ആരും നരകത്തിൽ പോവില്ല, എന്ത് വില കൊടുത്തും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും റബ്ബേ എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തആല നരകത്തെ ഷഹവാത്തുകൾ കൊണ്ട് പൊതിഞ്ഞു. നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന മനുഷ്യന്റെ ദേഹേച്ഛയോട് യോജിച്ച കാര്യങ്ങൾ, പാപങ്ങൾ കൊണ്ട് നരകത്തെ വലയം ചെയ്തു. എന്നിട്ട് ഒന്നുകൂടി പോയി കാണാൻ പറഞ്ഞു. അതെങ്ങനെയാ ചെയ്തത് നമുക്കറിയില്ല, അള്ളാഹു അല്ല, ഗൈബാണ്. അള്ളാഹു എങ്ങനെയാ നരകം എന്ന് പറയുന്ന ഈ വസ്തുവിനെ, അതിന് ചുറ്റും ഇങ്ങനെയുള്ള പാപങ്ങൾ എന്ന് പറയുന്ന പ്രവൃത്തികൾ കൊണ്ട് വലയം ചെയ്തതാണ്, അതെങ്ങനെയാണ്? അത് അള്ളാഹു കഴിയും. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ജിബ്രീൽ അലൈഹി സ്വലാം ഇത് കണ്ടിട്ട് തിരിച്ചു വന്ന് പറഞ്ഞു, റബ്ബേ, ഈ നരകത്തിൽ നിന്ന് ആരും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും സുഖമുള്ള കാര്യങ്ങളാണ് നരകത്തിന് ചുറ്റുമുള്ളത്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഹുഫ്ഫത്തിൻ നാറു ബിശ്ശഹവാത്ത്,
നരകം പൊതിഞ്ഞിരിക്കുന്നത് ഷഹവത്തുകൾ കൊണ്ടാണ്. ഷഹവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്തഹ എന്ന് അറബിയിൽ പറഞ്ഞാൽ ആഗ്രഹിച്ചു എന്നാണ്. മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നരകത്തിലേക്ക് പോകാൻ വെറുതെ നിന്നു കൊടുത്താൽ മതി. ഒരു ഇറക്കത്തിൽ നിന്നാലിങ്ങനെ താഴെ കുതിർന്നു പോകുന്നത് പോലെ നേരെ പോയി നരകത്തിലെത്തിക്കോളും. ബോധം വേണ്ടത്, ശ്രദ്ധ വേണ്ടത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അപ്പോൾ ഇങ്ങനെ ആളുകൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹദീസ് മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, നരകത്തിലേക്കുള്ള വഴി എപ്പോഴും നല്ല ഭംഗിയായിട്ട് തോന്നും. മറ്റൊരു കാര്യം ഈ ഹദീസ് മനസ്സിലാക്കാവുന്നത് എന്താണ്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ഒരു തീ കത്തിച്ചിട്ട് അതിലേക്ക് പ്രാണികൾ വന്ന് വീഴുമ്പോൾ നമ്മൾ തന്നെ തടയാൻ നോക്കിയാൽ എത്ര തടയാൻ പറ്റും? നമുക്ക് കഴിയില്ല. അതിൽ ഭൂരിപക്ഷവും അതിൽ വന്ന് വീഴും. നമ്മൾ ഒന്നിനെ തടയാൻ നോക്കുമ്പോൾ 10 അതിൽ വന്ന് വീണിട്ടുണ്ടാവും. അപ്പൊ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ഒരുപാടുണ്ടാകും. യൗമ നഖൂലു ലി ജഹന്നമ ഹലിം തലഅതി, നരകത്തോട് ചോദിക്കും നിനക്ക് മതിയായോ? വതഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, നരകത്തിലേക്ക് ആളുകൾ ഇട്ടുകൊണ്ടേയിരിക്കും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാദം നരകത്തിൽ വെക്കുന്നത് വരെ നരകം ആളുകളെ ചോദിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ആ പാദം നരകത്തിൽ വെക്കുമ്പോൾ അത് പറയും ഖത്തിൻ ഖത്ത്, മതിയായി മതിയായി എന്ന് പറയും. അതുവരെ ആളുകളെ ചോദിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കുറവായിരിക്കും. ആ പേടി നമുക്കുണ്ടാകണം. മൂന്നാമത് ഈ ഹദീസിൽ മനസ്സിലാക്കാവുന്ന സംഗതി എന്താണ്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സുന്നത്ത് പിന്തുടരുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ഹദീസുകൾ വായിക്കുക, പഠിക്കുക, അത് ഇത്തിബാ ചെയ്യുക, പിന്തുടരുക. കാരണം ആ തീന്നും തടയുന്ന ആളാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലാത്ത മറ്റുള്ളതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് തോന്നിയത്, നമ്മുടെ പൂർവികർ ആചരിച്ചു വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും ഖുർആനും ഹദീസുമായി ബന്ധമില്ലാതെ സ്വന്തമായി ഗവേഷണങ്ങൾ നടത്തുന്ന ഏതെങ്കിലും പ്രഭാഷകന്മാരോ പ്രസംഗന്മാരോ അവർ പറയുന്ന കാര്യങ്ങൾ, ആരെങ്കിലും പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതൊന്നുമല്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. നമ്മൾ ഇൽമു പഠിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അതിനുള്ള മാർഗം റസൂലിന്റെ സുന്നത്ത് മാത്രമാണ്, വേറൊരു മാർഗവുമില്ല. അതും ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫഖത്ത്, ഈ ഉമ്മത്തിനോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അലിവ്, അത് ഈ ഹദീസ് മനസ്സിലാക്കാം. ഈ പ്രാണികളെ തടയുന്നത് പോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്ന് ആളുകൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, നരകത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യവും പറഞ്ഞു തരാതെ, താക്കീത് ചെയ്യാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോയിട്ടില്ല. അപ്പോൾ സുന്നത്ത് പഠിച്ച് അത് അപ്പാടെ നടപ്പിലാക്കിയാൽ മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. അവിടുത്തെ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിലഅഖിൽ അസാബിഇ വസ്സഹ്ഫ വഖാല ഇന്നകും ലാ തദ്റൂന ഫീ അയ്യിഹൽ ബറക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ബിലഅഖിൽ അസാബിഇ വസ്സഹ്ഫ, ഭക്ഷണം കഴിക്കുമ്പോൾ വിരലും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന പാത്രവും നക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അപ്പോൾ ഇമാം നബവി ഇവിടെ സുന്നത്ത് പിന്തുടരേണ്ട പ്രാധാന്യവും പരലോകത്ത് രക്ഷപ്പെടാൻ അതേ മാർഗമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ടെസ്റ്റിന് ഒന്ന് തന്നതാണ്. എന്താണ്? ഒരു സുന്നത്ത് ഇതാ പഠിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് വിരൽ നക്കുക. നിങ്ങൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകുന്നതിന് മുമ്പായിട്ട് വിരൽ നക്കണം. ഹദീസിൽ ഇത് വ്യക്തമായി അടുത്ത ഹദീസിൽ പറയുന്നുണ്ട്, കഴുകരുത് നക്കുന്നതിന് മുമ്പായിട്ട്. അതുപോലെ തന്നെ പാത്രം നക്കി വൃത്തിയാക്കുക, ഇത് സുന്നത്താണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാരണം കൂടി പറഞ്ഞു തന്നു, ഇന്നകും ലാ തദ്റൂന ഫീ അയ്യിഹൽ ബറക, ഈ ഭക്ഷണത്തിൽ എവിടെയാണ് ബറക്കത്ത് എന്ന് നിങ്ങൾക്കറിയില്ല. എന്താ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത് അൽ ഖൈറുൽ കസീർ, ധാരാളമുള്ള ഖൈർ. അതുപോലെ തന്നെ ചിലർ പറയും അൽ ഖൈറു സാബിത്ത്, സ്ഥിരമായി നിൽക്കുന്ന ഖൈർ. അപ്പോൾ ഒരു സാധനത്തിൽ ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞതാണ് പ്രധാനം. ഒരു സാധനം എന്തൊരു കാര്യമായാലും, എന്ത് വസ്തുവായാലും, എന്ത് അനുഗ്രഹമായാലും അത് കുറേ ഉണ്ടാവുക എന്നുള്ളതല്ല, അതിൽ ബറക്കത്തുണ്ടാവുക എന്നുള്ളതാണ് കാര്യം. അതെന്ത് കാര്യമായാലും, നമ്മുടെ അടുത്തുള്ള സമ്പത്തായാലും, നമ്മുടെ ഭാര്യമാരും മക്കളുമായാലും, നമ്മുടെ അറിവായാലും, ആയുസ്സായാലും, ജോലിയായാലും, വാഹനമായാലും, എന്ത് വസ്തുവായിരുന്നാലും അതിൽ ബറക്കത്തുണ്ടാകലാണ് പ്രധാനം. അതല്ലാതെ കുറേ ഉണ്ടാവുക എന്നുള്ളതിൽ കാര്യമില്ല. ചിലർ കണ്ടിട്ടില്ലേ, 5, 6, 8, 10 ഒക്കെ മക്കളുണ്ടായിട്ട് അവസാനം തെരുവിൽ കിടന്ന് മരിക്കുന്ന മാതാപിതാക്കളുണ്ട്. ബറക്കത്തുണ്ടായിട്ടില്ല, മക്കൾ കുറെ എണ്ണം ഉണ്ടായി. നേരെ മറിച്ച് ഒരു കുട്ടി, അതും ചിലപ്പോൾ പെൺകുട്ടിയായിരിക്കും, അതിന്റെ ബറക്കത്ത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന മാതാപിതാക്കളെ കാണാൻ പറ്റും. അതുപോലെ എന്ത് കാര്യത്തിലായാലും, വാഹനമായാലും, നല്ല വില കൊടുത്ത് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് വാങ്ങിയ വാഹനം അല്ലെങ്കിൽ ഉണ്ടാക്കിയ വീട്, അതിൽ ചിലപ്പോൾ താമസിക്കാനായിട്ട് സാധിച്ചൊന്നും വരില്ല. അങ്ങനെ ബർക്കത്ത് നഷ്ടപ്പെടുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, അള്ളാഹു ഒരു വസ്തുവിൽ ഖൈർ കൊടുക്കുക, അതാണ് പ്രധാനം. ആ ബർക്കത്ത് കിട്ടാനുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുക, വിത്ർ നമസ്കാരത്തിലുള്ള പ്രാർത്ഥന, വബാരിക് ലീ ഫീമാ ആതൈത്,
അള്ളാഹുവെ നീ തന്നതിലൊക്കെ എനിക്ക് ബർക്കത്ത് ചെയ്യണം. എന്തൊക്കെ അള്ളാഹു തരുന്നുണ്ടോ അതിലൊക്കെ ബർക്കത്ത് വേണം. അതില്ലെങ്കിൽ ആ വസ്തു നമുക്ക് ഉപകരിക്കുകയില്ല. നല്ല ശമ്പളമുള്ള ജോലി കിട്ടി, പക്ഷെ അയാൾക്ക് എപ്പോഴും കടമായിരിക്കും. അയാൾ പ്രതീക്ഷിക്കാത്ത ചെലവുകളുണ്ടാകും. അയാൾ മറിച്ച് ഒരു വരുമാനവും ഇല്ലാത്ത എങ്ങനെയാണ് അയാൾ ജീവിക്കുക എന്ന് നമുക്ക് കാണുമ്പോൾ വിഷമം തോന്നിപ്പോ. അങ്ങനെയുള്ള ആളുകൾ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം ഇയാൾക്ക് ബർക്കത്തുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസം പറയാണ്, ഈ ഭക്ഷണത്തിൽ എവിടെയാണ് ബർക്കത്ത് എന്ന് നിങ്ങൾക്കറിയില്ല. ഇപ്പൊ പാത്രത്തിൽ ചിലപ്പോൾ അവസാനം കിടക്കുന്ന വറ്റിലായിരിക്കും ബർക്കത്തുണ്ടാവുക. അത് നഷ്ടപ്പെടുത്തിയാൽ ആ ഭക്ഷണം കൊണ്ടുള്ള ഗുണമുണ്ടാവുകയില്ല. ഭക്ഷണം കൊണ്ടുള്ള ഗുണം എന്താണ്? ആരോഗ്യം, അതുപോലെ ശരീരത്തിന്റെ വളർച്ച. ഇത് ചിലപ്പോ ഇതുപോലെയുള്ള ഹൈറ് ബർക്കത്ത് ഇതിലെവിടെയാണെന്ന് അറിയില്ല. അപ്പൊ വിരൽ നക്കുക എന്നുള്ള സുന്നത്താണ്. പിന്നെ വിശ്വാസം പഠിപ്പിച്ചു, ഇനി നമ്മളത് ചെയ്തേ പറ്റൂ. അത് ചെറുത് വലുത് ഒന്നൊന്നുമില്ല. സുന്നത്തില് ചെറുത് വലുത് എന്ന് പറയാനൊന്നും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണോ അത് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു റിവായത്തിൽ വിശ്വാസം പറഞ്ഞു, ഇദാ വഖഅത് ലുഖ്മതു അഹദിക്കും, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു ഉരുള വീണുപോയാൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുള വീണുപോയാൽ, ഫല്യഖുദ്ഹ, അത് അവൻ എടുക്കട്ടെ, അത് കളയരുത്. കയ്യിൽ നിന്ന് ഒരു ഉരുള നിലത്തേക്ക് വീണു, അത് ഒഴിവാക്കരുത്. ഫല്യുമിത് മാ കാന ബിഹാ മിൻ അദാ, അതിൽ പറ്റിയിട്ടുള്ള എന്തെങ്കിലും മണ്ണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ, മാലിന്യമായിട്ടുണ്ടെങ്കിൽ അതവൻ തുടച്ചു നീക്കട്ടെ. വല്യ കുൽഹ, എന്നിട്ടത് കഴിക്കട്ടെ. വലാ യദഅഹ ലിശൈത്താൻ, അത് ശൈത്താന് വിട്ടുകൊടുക്കരുത്. അപ്പൊ ഒരു ഉരുള വീണാൽ അതെടുത്ത് കഴിക്കണം, അത് കളയരുത് എന്നാണ് വിശ്വാസം പഠിപ്പിച്ചത്. അത് സുന്നത്താണ്. പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ ഒരു ഉരുള എന്നാണ് പറഞ്ഞത്. ഒരു ഉരുളയിൽ താഴെയുള്ളത് ഒരു വറ്റോ രണ്ടു വറ്റോ വീഴുകയാണെങ്കിൽ അത് കഴിച്ചോളണം നിർബന്ധമില്ല. അപ്പൊ വായിലേക്ക് ഒരു പ്രാവശ്യം നമ്മൾ കഴിക്കുന്നതിനാണ് ലുഖ്മത്ത് എന്നറിയാം. ഒരു ഉരുള അല്ലെങ്കിൽ ഒരു കഷ്ണം അപ്പം പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ അത് വീണിട്ടുണ്ടെങ്കിൽ അത് കളയാൻ പാടില്ല, അതെടുത്ത് വൃത്തിയാക്കി കഴിച്ചു കൊള്ളണം എന്നാണ് വിശ്വാസത്തോടെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ കഴിക്കുന്നതിൽ പല ഗുണങ്ങളുണ്ട്, 3 ഗുണങ്ങളുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് തിന്നുന്നത് എന്ന ബോധത്തോടെ തിന്നുകയാണെങ്കിൽ അതൊരു പുണ്യകർമ്മമായി. രണ്ടാമത്തേത് എന്താണ്? വിനയം. നമ്മൾ വിനയം കാണിക്കുന്നതിന്റെ ഭാഗമാണത്. ഭക്ഷണമൊക്കെ പോയാൽ അതൊന്നും ആവശ്യമില്ല, എനിക്കിവിടെ വേറെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് അതിൽ ചെറിയൊരു അഹങ്കാരമുണ്ട്. നേരെ മറിച്ച് ഇത് അള്ളാഹുവിന്റെ റിസ്ക്കാണ്, അള്ളാഹു തന്നതാണ്, ഇത് ഏത് നിമിഷം നഷ്ടപ്പെടാം, ഇത് കിട്ടാത്ത കുറെ മനുഷ്യന്മാരുണ്ട്. ഇങ്ങനെയുള്ള വിനയാന്വിതമായ മനസ്സുണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കാൻ തോന്നും. അങ്ങനെ കഴിക്കുന്നവന് അവന്റെ മനസ്സെപ്പോഴും വിനയമുണ്ടായിരിക്കും. മൂന്നാമത്തേത് വലാ യദഅഹ ലിശൈത്താൻ എന്ന് പറഞ്ഞത്, ശൈത്താൻ അത് കൊടുക്കരുത്. അപ്പൊ ശൈത്താന് അത് കിട്ടാതിരിക്കുകയും ചെയ്യും. അതിന്റെ അർത്ഥം എന്താണ്? അത് എടുത്തിട്ടില്ലെങ്കിൽ ശൈത്താൻ എടുത്ത് കഴിക്കും. അപ്പൊ ശൈത്താൻ എങ്ങനെയാ തിന്നുക? നമ്മളെ കയ്യിൽ നിന്ന് വീഴുന്ന ഭക്ഷണം അവിടെ തന്നെ കിടക്കുന്നുണ്ടല്ലോ, ആരും കൊണ്ടുപോകുന്നില്ലല്ലോ. അള്ളാഹു ആലം അതെങ്ങനെയാണെന്നത് അള്ളാഹ്ക്കറിയാം. പക്ഷെ അള്ളാഹും റസൂലും പറഞ്ഞത് ഹക്കാണ്. അത് ശൈത്താൻ എടുക്കുമെന്ന് പറഞ്ഞാൽ ശൈത്താൻ എടുക്കും. നമ്മളെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വീഴുന്ന ഉരുള നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ പിശാച് അതെടുത്ത് കഴിക്കും, ഉറപ്പാണ്. കഴിച്ചാലും അത് അവിടെ തന്നെ ഉണ്ടാകും. അത് രണ്ടും കൂടി ഇങ്ങനെ ഒന്നിച്ച് നടക്കുന്നത് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അത് അള്ളാഹുവിന് കഴിയുന്നതാണ്. അപ്പോ ഈ 3 ഗുണങ്ങളുണ്ട് ഈ വീണ ഉരുള എടുത്ത് കഴിച്ചാൽ. എന്നിട്ട് പറഞ്ഞു വലാ യംസഹ് യദഹു ബിൽ മിൻദീലി ഹത്താ യൽഅഖ അസാബിഅഹു, വിരലുകൾ ഊമ്പുന്നത് വരെ, വൃത്തിയാക്കുന്നത് വരെ അത് മിന്തിയിൽ എന്ന് പറഞ്ഞാൽ കർച്ചിഫ് അല്ലെങ്കിൽ ടിഷ്യൂ, ഇങ്ങനെ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കരുത്. വായിലിട്ട് വിരല് ഊമ്പി വൃത്തിയാക്കണം, അതിനു മുമ്പായി കഴുകരുത്. അവിടെയും പറഞ്ഞു ലാ യദ്രീ ഫി അയ്യി തആമിഹിൽ ബറക, അവന്റെ ഭക്ഷണത്തിൽ എവിടെയാണ് ബർക്കത്ത് എന്ന് അവൻ അറിയില്ല. ഇതേ ഹദീസിന്റെ മറ്റു ചില റിവായത്തിൽ പറഞ്ഞിട്ടുള്ളത് ഹത്താ യൽഅഖഹു ഔ യുൽഇഖഹു, ഭക്ഷണം കഴിച്ചിട്ട് വിരൽ സ്വന്തമായി വായിലിട്ട് വൃത്തിയാക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കുക. എന്റെ ഷറഹിൽ പണ്ഡിതന്മാർ പറയുന്നത് മക്കള് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ അവര്. അപ്പൊ പരസ്പരം മാതാപിതാക്കൾ മക്കളൊക്കെ തമ്മിൽ സ്നേഹം ഉണ്ടാക്കുന്ന കാര്യം. ഭക്ഷണം കഴിച്ചിട്ട് ഉപ്പാന്റെ വിരൽ നക്കി മകൻ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സുന്നത്തിൽപ്പെട്ട കാര്യമാണ്, വിശ്വാസനെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വഫീ റിവായത്തിൻ, മറ്റൊരു റിവായത്തിൽ പറഞ്ഞത് ഇന്ന ശൈത്താന യഹ്ദുറു അഹദക്കും ഇൻദ കുല്ലി ഷൈ, വ്യക്തമായ വിശ്വാസം പറഞ്ഞു. അപ്പൊ ശൈത്താൻ അത് കൊടുക്കരുത് എന്ന് പറഞ്ഞാല് അങ്ങനെ മാത്രം പറഞ്ഞാൽ ചില വ്യാഖ്യാനിക്കും, അത് പൈശാചികമാണ് ആ പ്രവൃത്തി, ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷെ വിശ്വാസത്തിന് വ്യക്തമായിട്ട് പറഞ്ഞു ശൈത്താൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകും, എല്ലാ പണി ചെയ്യുമ്പോഴും നിങ്ങളുടെ അടുത്ത് ശൈത്താൻ ഉണ്ടാകും. ഹത്താ യഹ്ദുറുഹു ഇൻദ തആമിഹി, അവൻ ഭക്ഷണം കഴിക്കുന്നിടത്ത് വരെ പിശാച് വരും എന്ന് വിശ്വാസം പറഞ്ഞു. ഫൈദാ സഖതത് മിൻ അഹദികുമുൽ ലുഖ്മ ഫല്യുമിത് മാ കാന ബിഹാ മിൻ അദാ ഫല്യകുൽഹാ, ഉരുള വീണുപോയാൽ അത് അതിലുള്ള മാലിന്യം നീക്കി അത് കഴിക്കുക. വലാ യദ്അഹ ലിശൈത്താൻ, അത് ശൈത്താന് വിട്ടുകൊടുക്കരുത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം,
കഴിക്കുന്ന ഭക്ഷണം നമുക്ക് അപകടമില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പൊ ഈ വീണ ഉരുള വൃത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തും എടുത്ത് തിന്നാൻ പാടില്ല. അപ്പൊ നമുക്ക് അപകടമുള്ള എന്തെങ്കിലും അതിലുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം, ശ്രദ്ധിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അതും ഇതെന്ന് മനസ്സിലാക്കാം. അടുത്ത ഹദീസ് عن ابن عباس رضي الله عنهما قال قام فينا رسول الله صلى الله عليه وسلم بموعظة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഅളുമായി എഴുന്നേറ്റ് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു ഉപദേശം നൽകി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നകും മഹ്ശൂറൂന ഇലല്ലാഹി തആല. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ളവരാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ പോയി നിൽക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹുഫാതൻ ഉറാതൻ ഗുർല. ഏതവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്? ഹുഫാതൻ ഉറാതൻ ഗുർല. ഹുഫാത്ത് എന്ന് പറഞ്ഞാൽ നഗ്നപാതരായി, കാലിൽ ചെരുപ്പില്ല. ഉറാതൻ നഗ്നരായിക്കൊണ്ട്, ശരീരത്തിൽ വസ്ത്രമില്ല. ഗുർല ചേലാകർമ്മം ചെയ്യാതെ സുന്നത്ത് കഴിക്കാത്തവരായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ജനിച്ച പോലെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ളതാണ്. ആ മഹ്ശറിന്റെ ഗൗരവമാണ്, ഹിസാബിന്റെ ഗൗരവമാണ് അത് കാണിക്കുന്നത്. അവിടെ നമുക്ക് ഒരു അഹങ്കാരത്തിനുള്ള വകയുമില്ല, ശരീരത്തിൽ വസ്ത്രമില്ല. അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കും. ഓരോരുത്തരും അവനവന്റെ അമലുകൾ മാത്രമായിട്ട് നിൽക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി, കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു. നാം ആദ്യ തവണ സൃഷ്ടിച്ചതുപോലെ തന്നെ ആ സൃഷ്ടിപ്പ് ആവർത്തിക്കുന്നതാണ്. വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. അതെന്റെ വാഗ്ദാനമാകുന്നു, അത് ഞാൻ നിറവേറ്റുന്നതാണ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഖൗല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. അലാ വ ഇന്ന അവ്വലൽ ഖലായിഖ് യുക്സാ യൗമൽ ഖിയാമത്തി ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ വെച്ച് ആദ്യമായി വസ്ത്രം നൽകുക. ഈ മഹ്ശറിൽ നഗ്നരായി ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം പിന്നെ വസ്ത്രം നൽകും. അതിൽ ആദ്യം വസ്ത്രം ലഭിക്കുക ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനായിരിക്കും. അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഒരു മഹത്വമാണ്. അലാ വ ഇന്നഹു സയുജാഉ ബിരിജാലിൻ മിൻ ഉമ്മത്തി ഫയുഖദു ബിഹിം ദാത ശിമാൽ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് ഇടതുഭാഗത്തേക്ക് കൊണ്ടുപോകും, അഥവാ നരകത്തിലേക്ക് കൊണ്ടുപോകും. കുറെ ആൾക്കാരെ പിടിച്ച് മഹ്ശറിൽ നിന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകും. ഫഅഖൂലു യാ റബ്ബി അസ്ഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുവേ എന്റെ ആളുകളാണ് അവർ എന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഫضലാണിത്. മഹ്ശറിൽ അമ്പിയാക്കൾ വരെ നഫ്സി നഫ്സി എന്നാണ് പറയുക, എന്റെ കാര്യം എന്റെ കാര്യം. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് എന്റെ ഉമ്മത്ത് എന്ന വാക്ക് പറയുക. ബാക്കി എല്ലാവരും എത്രത്തോളം എന്ന് വെച്ചാൽ ഈസ അലൈഹിസ്സലാം, അദ്ദേഹം ഉമ്മ മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, ഉപ്പയില്ല, അങ്ങനെ ജനിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം സ്വന്തം ഉമ്മയെ പോലും കണ്ടാൽ അറിയില്ല എന്നാണ് പറഞ്ഞത്, സ്വന്തം കാര്യത്തെക്കുറിച്ച് പേടിച്ചിട്ട്. അത്രമാത്രം പേടിക്കുന്ന അവസ്ഥയായിരിക്കും. ആ സമയത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബി, എന്റെ ഉമ്മത്താണ് എന്ന് പറയും ഇവരെ കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തോട് പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക. നിന്റെ കാലശേഷം അവർ പുതിയതായി ഉണ്ടാക്കിയത് എന്തൊക്കെയാണ് എന്ന് നിനക്കറിയില്ല. അപ്പോൾ ദീനിൽ പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇത്ര ഗൗരവമുള്ള കാര്യമാണ്, പേടിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പുതിയതായി കടത്തിക്കൂട്ടുക എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തതുണ്ടോ അതൊക്കെ പെട്ടു. അത് പരിമിതമായ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല. ഖബർ കെട്ടിപ്പൊക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല, നബിദിനാഘോഷം അന്നില്ല. അത് മാത്രമല്ല, അവിടെ മുതൽ എന്തൊക്കെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തതുണ്ടോ അതൊക്കെ ഇതിൽപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതാണോ മുസ്ലിമുകൾ ഇങ്ങനെ കക്ഷികളായി തിരിഞ്ഞ് ഓരോരുത്തരും അവനവന്റെ നേതാക്കന്മാർക്ക് വേണ്ടി ദേഷ്യപ്പെടുക, അവനവന്റെ നേതാക്കന്മാർക്ക് വേണ്ടി ന്യായീകരിക്കുക, അവർക്ക് വേണ്ടി ബന്ധങ്ങൾ മുറിക്കുക? ഇത് അന്നുള്ളതാണോ? അന്നുള്ളതല്ല. ഇത് ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയതാണ്. മുസ്ലിമുകൾ തമ്മിൽ കക്ഷികളായി നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിൽ തല്ലുക എന്നുള്ളത്, അല്ലെങ്കിൽ ഓരോരുത്തരും ഉണ്ടാക്കിയ വാദങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുള്ളതാണോ? അല്ല. ചെറുതും വലുതുമായ എന്തൊക്കെ കാര്യങ്ങൾ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയിട്ടുണ്ടോ അതൊക്കെ ഈ പറയുന്നതിൽ ഉൾപ്പെട്ടു. പണ്ഡിതന്മാർ എത്രത്തോളം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്തത് എന്തും. പള്ളിയിൽ നമ്മൾ സൊഫ് നിൽക്കുമ്പോൾ വരക്കുന്ന ഈ വര, ഈ കാർപ്പറ്റിൽ, ഇതിപ്പോ കാർപ്പറ്റ് ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് അത് വര വന്നുപോയി. ഈ വര മുഹദ്ദസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തതാണ്, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ഒരു വര വരക്കുക എന്നുള്ളത് റസൂലിന് കഴിയാത്ത കാര്യമാണ്. പള്ളിയിൽ സൊഫ് നിൽക്കാൻ വേണ്ടി ഒരു വര അവിടെ ഉണ്ടായിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. പള്ളിയിൽ ഇങ്ങനെ വര എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല. അതുകൊണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇത് മുഹദ്ദസാണ്, ദീനിൽ ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് അങ്ങനെ ആയിപ്പോയി. ഇന്ന് പള്ളിയിലേക്കുള്ള ഈ കാർപ്പറ്റുകൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. നമുക്ക് കഴിയുമെങ്കിൽ അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇല്ലാത്തതുണ്ടോ അത് ഒഴിവാക്കണം. അത് കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് അന്നില്ലാത്തത്, അതുപോലെ അന്നുള്ളത് എന്തൊക്കെയാണ്, അത് ചെയ്യാൻ ഇതിനുള്ള താല്പര്യം. അത് പറയുമ്പോൾ എന്തായി പറയുന്നത്, പഴഞ്ചൻ അല്ലെങ്കിൽ വേറെ പണിയില്ല, ഈ സംസാരം നമുക്ക് മനസ്സിൽ നിന്ന് വരുന്നുണ്ടോ? നമ്മുടെ മനസ്സ് ചത്തതിന്റെ ഒരു തെളിവാണത്.
നമ്മുടെ മനസ്സിൽ ഈ ആഗ്രഹം എത്ര ഉണ്ട്, അതായത് റസൂലിന്റെ കാലത്തുള്ള ദീൻ എന്താണ്, അന്നില്ലാത്തത് എന്താണ് വന്നുപോയിട്ടുള്ളത് എന്നറിയാനുള്ള ആവേശം, ആഗ്രഹം. പറഞ്ഞു വരുമ്പോൾ സമ്മതിക്കാനുള്ള മനസ്സ് മാത്രം പോരാ, അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള, ചോദിച്ചറിയാനുള്ള മനസ്സ് വേണം. അതുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈമാനുള്ളൂ, നമ്മുടെ മനസ്സിന് ജീവനുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതിൽപ്പെടാത്ത ഒരു അംശം പോലും നമ്മുടെ അമലിൽ, ദീനിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കൊണ്ടുവന്ന ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവരെ നേരെ ഇടത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന മറുപടി ഇതാണ്, അവരുണ്ടാക്കിയത് എന്താണെന്ന് നിനക്കറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫഅഖൂലു കമാ ഖാലൽ അബ്ദു സ്വാലിഹ്, അള്ളാഹുവിന്റെ സ്വാലിഹായ അടിമ പറഞ്ഞതുപോലെ ഞാൻ പറയും. ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. ഈസാ അലൈഹി ഇസ്ലാമിനോട് മഹ്ശറിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കും, അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ല, അള്ളാഹ്ക്ക് പുറമെ എന്നെയും എൻ്റെ ഉമ്മയെയും ആരാധിച്ചുകൊള്ളൂ എന്ന് നീ പറഞ്ഞിട്ടുണ്ടോ നിന്റെ അനുയായികളോട് എന്ന് ചോദിക്കും. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാം കൊടുക്കുന്ന മറുപടി, ആ മറുപടി തന്നെ ഞാനും പറയും, വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉള്ളിടത്തോളം കാലം ഞാൻ അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നു. ഫലമ്മാ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം, ഞാൻ വഫാത്തായതിനു ശേഷം പിന്നെ അല്ലാഹുവേ നിനക്കാണ് അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് അറിയുക. വ അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാത്തിനും സാക്ഷിയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോൾ റസൂൽ അങ്ങേയറ്റം സൂക്ഷിച്ചിട്ടുണ്ട്. പുതിയതായ ഒരു കാര്യവും കടത്തിക്കൂട്ടാൻ അനുവദിച്ചിട്ടില്ല. ഓരോ വെള്ളിയാഴ്ചയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. സഹാബത്ത് ആരും തന്നെ ഒരു ബിദ്അത്തും ചെയ്തിട്ടില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഴ്ചയിൽ പറയും, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. മറ്റൊരു പാപത്തെക്കുറിച്ചും, കള്ളുകുടിയെക്കുറിച്ചോ വ്യഭിചാരത്തെക്കുറിച്ചോ മോഷണത്തെക്കുറിച്ചോ കൊലപാതകത്തെക്കുറിച്ചോ ഒന്നും ഇത്ര ഗൗരവത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഓരോ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. കാരണം ദീനിൽ പുതിയ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അടുത്ത ഹദീസ്, ഈ ഹദീസിന് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെടും, ഇന്നഹും ലം യസാലു മുർത്തദ്ദീന അലാ അഖാബിഹിം മുൻദു ഫാറഖ്തഹും, നീ അവരെ വേർപിരിഞ്ഞതിന് ശേഷം അവർ ദീൻ ഉപേക്ഷിച്ച് പോയവരാണ്. ദീനിൽ പുതിയ കാര്യങ്ങൾ കടത്തിക്കൂട്ടി, അതിൽ കുഫറാകുന്ന കാര്യങ്ങളും കടത്തിക്കൂട്ടി, അങ്ങനെ മുർത്തദ്ദായി പോയവരാണ് ഇവർ എന്ന് അവരെ കുറിച്ച് പറയും. 11ാമത്തെ ഹദീസ് ഈ ബാബിൽ, സുന്നത്ത് ഇത്തിബാ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്, അൻ അബീ സഈദ് അബ്ദുല്ലാഹി ബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖദ്ഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്ഫിനെ കുറിച്ച് പറഞ്ഞു. ഖദ്ഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖദ്ഫി, ഖദ്ഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. ഖദ്ഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുടിക്കുക എന്ന് പറയില്ലേ, കല്ല് ഒക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തള്ളവിരലിൽ വെച്ചിട്ട് ചെറുവിരൽ കൊണ്ട് അതിനെ തെറിപ്പിക്കുക, അതിനാണ് ഖദ്ഫ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതൊരു അനാവശ്യമായ പ്രവൃത്തിയാണ്, ഒരു കാര്യമില്ലാത്ത അബസാണ്, വെറുതെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നഹു ലാ യഖ്തുലു സൈദ വലാ യൻകഉൽ അദുവ വഇന്നഹു യഫ്ഖഉൽ ഐന വയക്സിറു സിൻ. ഈ പ്രവൃത്തി, കല്ലോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ വെച്ച് ഇങ്ങനെ മുടിച്ചു കളയാന്നുള്ളത് അതുകൊണ്ടൊരു ഉപകാരവുമില്ല. അത് ലാ യഖ്തുലു സൈദ, ഒരു വേട്ടമൃഗത്തെ കൊല്ലാൻ അതുകൊണ്ട് പറ്റൂല. അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു ആയുധം എടുത്തിട്ട് ഉപയോഗിക്കുന്ന എന്തിനാ? ഒന്നുകിൽ ഒരു ജീവിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. അതിന് ഇതുകൊണ്ട് പറ്റൂല. ഒരു കാലിയുടെ നേർക്ക് ഒരു കല്ലിങ്ങനെ എറിഞ്ഞിട്ട് അത് ചാവൊന്നുമില്ല. വല യൻകഉൽ അദുവ, ശത്രുവിനെ അത് തകർക്കുകയുമില്ല. രണ്ടാമത് നമ്മൾ ആയുധം എടുക്കുന്നത് ശത്രുക്കൾക്കെതിരെയാണ്. അപ്പോൾ ശത്രുവിന് ഒരു മനുഷ്യന്റെ നേരെ ഒരു യുദ്ധക്കളത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ സാധനമല്ല. അപ്പോൾ ഉപകാരം അതുകൊണ്ടില്ല, എന്നാൽ ഉപദ്രവം ഉണ്ട് താനും. ഇന്നഹു യഫ്ഖഉൽ ഐന, ചിലപ്പോൾ കണ്ണ് പൊട്ടാൻ കാരണമാകും. ഒരാളെ കണ്ണിലേക്ക് ഇത് തെറിപ്പിച്ചാൽ ചിലപ്പോൾ കണ്ണ് പോയി എന്ന് വരാം. വയക്സിറു സിന്ന, പല്ല് തകർക്കാൻ പറ്റും. ഒരാളുടെ പല്ലിന്റെ അടുത്ത് വായിലേക്ക് ഇങ്ങനെ ആക്കിയാൽ ചിലപ്പോൾ പല്ല് പൊട്ടിയെന്ന് വരാം. അപ്പൊ ഉപദ്രവമുണ്ട്, ഉപകാരമില്ല. ഉപദ്രവത്തിന് സാധ്യതയുണ്ട്, ഉപകാരമില്ലെന്ന് ഉറപ്പാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തി ആയതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹ് ബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ, ഒരു ബന്ധുവാണ് ഇങ്ങനെ ചെയ്തപ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞു കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിലക്കിയിട്ടുണ്ട്, ഈ സഹാബി പറഞ്ഞു കൊടുക്കുന്നത്. ഇയാൾ വീണ്ടും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും ചെയ്തു. ആലോചിച്ച് നോക്കാം, നമ്മളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇത്. നമുക്ക് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിട്ടുണ്ട്, നമ്മൾ അവിടെ വെച്ച് തന്നെ കാണിച്ചു കൊടുക്കും അതിനെതിരായിട്ട്. എന്തെങ്കിലും ഇത് അദബല്ല, ഇത് ഹദീസിന് ചേർന്നതല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ധിക്കാരം കൊണ്ട് എന്ത് ചെയ്യും, അത് ഒന്നുകൂടി ചെയ്ത് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം ചെയ്തു, ഈ കുടുംബക്കാരൻ ചെയ്തു. ഫഖാല, അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മുഗഫൽ എന്ന് പറയുന്ന ഈ മഹാനായ സ്വഹാബി അദ്ദേഹം പറഞ്ഞു, ഉഹദ്ദിസുക അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരികയോ? സുമ്മ ഉത്ത തഖ്ദിഫ്, എന്നിട്ട് വീണ്ടും നീ ആ പണി ചെയ്യുകയാണോ?
ലാ ഉകല്ലിമുക അബദ, ഞാൻ നീ തമ്മിൽ ബന്ധമില്ല, ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കുകയില്ല എന്ന് അദ്ദേഹം പറയും. അപ്പോൾ സുന്നത്തിന് അവർ കൊടുക്കുന്ന പ്രാധാന്യമാണ് ഈ കാണിക്കുന്നത്. നമ്മൾ എത്ര കാര്യങ്ങൾ കേൾക്കുന്നു. ഇപ്പോൾ താടി വെക്കണം എന്നറിയാത്ത നമ്മുടെ കൂട്ടത്തിൽ ആരാ ഉള്ളത്? അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രത്തിനെ കുറിച്ച്, നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രത്തിനെ കുറിച്ച് അറിയാത്തവരാരാ ഉള്ളത്? ദീനിന്റെ നിയമം, ജമാഅത്ത് നമസ്കാരത്തെ കുറിച്ച് അറിയാത്തവരാരാ ഉള്ളത്? അത് കേട്ടാൽ പിന്നെയും മനുഷ്യനാണ്, ദുർബലനാകും, ചില സാഹചര്യങ്ങളിൽ നമുക്ക് തെറ്റുകൾ സംഭവിച്ചു പോകും. പക്ഷെ നമ്മൾ തൗബ ചെയ്യണം, മടങ്ങണം. അങ്ങനെ മടങ്ങുന്നില്ലെങ്കിൽ, ധിക്കാരത്തോടുകൂടി തുടരുകയാണെങ്കിൽ ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ അവനിൽ ഒരു ഖൈറുമില്ല, പിന്നെ അവനോട് സംസാരിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് ഈ സഹാബി ഈ ബന്ധുവിനോടായിട്ട് പോലും പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഇനി നിന്നോട് സംസാരിക്കുകയില്ല. ഇതുപോലത്തെ മറ്റൊരു സംഭവം കൂടി കാണാം. അൻ അബ്ബാസ് ഇബ്നു റബീഅ ഖാല റഅയ്തു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യുഖബ്ബിലുൽ ഹജർ. ഈ സംഭവമല്ല, മറ്റൊരു സംഭവം റിയാദ് സ്വാലിഹിൽ ഉള്ളതല്ല. ഇതുപോലൊരു സംഭവം ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ സംഭവം നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹത്തിന്റെ മകൻ ബിലാൽ എന്ന് പറയുന്ന ഒരു മകൻ, അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞു, സ്ത്രീകളെ ഞാൻ പള്ളിയിലേക്ക് പോകാൻ സമ്മതിക്കുകയില്ല, എൻ്റെ ഭാര്യമാരെ അല്ലെങ്കിൽ മക്കളെ പള്ളിയിലേക്ക് പോകാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഉമർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ പള്ളിയിൽ പോകാൻ അനുവദിക്കാതെ തടയരുത്. അപ്പോൾ പള്ളിയിൽ പോകാൻ അവർക്ക് അനുവാദമുണ്ട്. എന്നാൽ അവർക്ക് വീടിനുള്ളിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ വീട്ടിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടെങ്കിൽ, നല്ല ഖിറാഅത്തുണ്ട്, അല്ലെങ്കിൽ പിന്നെ ദർസുണ്ടാകും പള്ളിയിൽ, അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പള്ളിയിൽ പോകലായിരിക്കും നല്ലത്. ഇനി ഒരു കാരണമില്ലെങ്കിലും അവർക്ക് പള്ളിയിൽ പോകാം, അനുവാദമുണ്ട്. അവർ ചോദിച്ചാൽ തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിക്കുക എന്നുള്ളത് അവരുടെ മര്യാദയാണ്, അനുവദിക്കുക എന്നുള്ളത് ഭർത്താക്കന്മാരുടെ മര്യാദയാണ്. അതിന് വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്. തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലഅംനഅഹുന്ന, ഞാൻ തടയും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇതേപോലെ പറഞ്ഞു. ഹദീസ് അസർ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാർ പറയുന്നത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിച്ചു. സബ്ബഹു സബ്ബൻ അദീമൻ, വലിയ ചീത്ത പറഞ്ഞു അദ്ദേഹത്തോട്. അതുപോലെ തന്നെ ചില റിവായത്തുകൾ കാണാം, പിന്നീട് മരിക്കുന്നത് വരെ മകനോട് സംസാരിച്ചിട്ടില്ല. ഈ മകനോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചിട്ടില്ല. അപ്പോൾ സുന്നത്തിന് അവർ കൊടുത്തിരുന്ന സ്ഥാനമാണത്. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അയാളോട് ഇങ്ങനെ ബന്ധം മുറിക്കേണ്ടതുണ്ടോ? ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു മുഗഫൽ ചെയ്തത് ആ തെറ്റിന്റെ ഗൗരവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളിടയിലൊക്കെ ഇപ്പോൾ ബന്ധങ്ങളൊക്കെ മുറിക്കുക എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ കല്യാണത്തിന് വിളിച്ചില്ല, അല്ലെങ്കിൽ വിളിക്കാൻ കുറച്ച് വൈകിപ്പോയി, അല്ല നമ്മൾ വിളിച്ചിട്ട് വന്നില്ല, ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ ബന്ധങ്ങൾ മുറിക്കും. പക്ഷെ സഹാബത്തിന്റെയും താബിഈങ്ങളുടെയൊക്കെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവരുടെ ബന്ധം ദീനിന്റെ പേരിൽ, അത് നമ്മുടെ എത്ര അടുത്ത ആളായാലും, നമ്മളൊരു ഗ്രൂപ്പാണ്, ഇപ്പൊ ദീനിയായ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് നടക്കുന്ന ആൾക്കാരാണ്, എന്നാലും നമ്മൾ എന്ത് ചെയ്യും? എല്ലാം വിട്ടുപോയി ചെയ്യും. അവൻ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും നമ്മൾ വിട്ട് കണ്ണടക്കും. സുന്നത്തിനെതിരാണ്, അവന്റെ ജീവിതത്തിൽ ദീനില്ല, നമുക്കത് കുഴപ്പമില്ല. ഞാൻ ഈ ദീനില്ല എന്ന് പറയുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെയാണ്, ധിക്കാരത്തോടു കൂടി ഒഴിവാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതല്ലാതെ മനുഷ്യൻ പാപങ്ങൾ ചെയ്യുന്നവനാണ്, മനുഷ്യന്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ് തെറ്റ് ചെയ്യുക എന്നുള്ളത്. തെറ്റ് ചെയ്ത് ഉടനെ തൗബ ചെയ്യുക, ഇതൊരു മുസ്ലിമിന്റെ സ്വഭാവമാണ്. പക്ഷെ തെറ്റിൽ ഉറച്ചു നിൽക്കുകയും ധിക്കാരത്തോടു കൂടി മറുപടി പറയുകയും ചെയ്താൽ അവര് ശിക്ഷ അർഹിക്കുന്നുണ്ട്. അവരോട് നമ്മുടെ ബന്ധം നമ്മൾ ഇതുപോലെ മുറിച്ചു കളഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ എന്നുള്ള സ്ഥാനത്ത് നിന്ന് അവർ ഒഴിവാക്കൽ നിർബന്ധമാണ്. അത് ഒരാളുടെ ഈമാനിന്റെ ഭാഗമാണ്. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക. അപ്പൊ ഇതായിരിക്കണം നമ്മുടെ നിലപാട്. അള്ളാഹുവിനോട് അടുത്താൽ നമ്മൾ അവരെ സ്നേഹിക്കും, സുന്നത്ത് എടുത്താൽ നമ്മൾ അവനെ സ്നേഹിക്കും. നമ്മളെ കുറെ ചീത്ത പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് അവന് കണ്ട മൈൻഡ് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല, ഇതൊന്നും ആകരുത് ബന്ധത്തിന്റെ അടിസ്ഥാനം. നമ്മുടെ ബന്ധങ്ങൾ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഇത്തിബാ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അതാണ് ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. وعن عابس بن ربيعة رضي الله عنه رأيت عمر بن الخطاب رضي الله عنه يقبل الحجر. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് മുത്തുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഹജറുൽ അസ്വദ് നമുക്കറിയാം, കാബയിൽ ഒരു മൂലക്കല്ലുള്ള ഒരു കല്ലാണ്. കാബയുടെ 4 മൂലകൾക്ക് 4 പേരുണ്ട്. അർ-റുക്നുൽ യമാനി, അതുപോലെ തന്നെ അൽ ഹജറുൽ അസ്വദ്, അതുപോലെ അർ-റുക്നു ഷാമി, ഇങ്ങനെയുള്ള പേരുകളുണ്ട്. ഈ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല്, അതിന് പ്രത്യേകം ഫضലുണ്ട്. എന്താണ് അതിന്റെ ഫضൽ? അതിൽ മുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ കൈകൊണ്ട് മുത്തിയിട്ട് ആ കൈ നമ്മൾ മുത്തുക എന്നുള്ളത്, അത് സുന്നത്താണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഉംറ ചെയ്തപ്പോൾ ഹജറുൽ അസ്വദിനെ മുത്തിയിട്ട് പറഞ്ഞു, അഅലമു അന്നക ഹജർ, എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ്. ഹജറുൽ അസ്വദിനോട് സംസാരിക്കാൻ, ഹജറുൽ അസ്വദ് കേൾക്കുമെന്നുള്ളതുകൊണ്ടല്ല, ആളുകൾ കേൾക്കാൻ വേണ്ടി പറയുന്നത്, നീ ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം. മാ തൻഫഉ വലാ തദുർ, ഒരു ഉപകാരം ഉപദ്രവവും ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല.
വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക, അള്ളാഹുവിന്റെ റസൂൽ നിന്നെ മുത്തുന്നത് ഞാൻ കണ്ടിരുന്നില്ല എങ്കിൽ ഞാൻ മുത്തുമായിരുന്നില്ല, ചുംബിക്കുമായിരുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, മുസ്ലിങ്ങളൊക്കെ ഹിന്ദുക്കളൊക്കെ ചോദിക്കും, ഞങ്ങൾ ബിംബത്തിനെ ആരാധിക്കുന്ന പോലെ നിങ്ങൾ കഅബയെ ആരാധിക്കുകയല്ലേ, ഹജറുൽ അസ്വദിനെ ആരാധിക്കുകയല്ലേ? ഹജറുൽ അസ്വദ് നമ്മൾ ആരാധിക്കുന്നില്ല. ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന്റെ മുമ്പിൽ പോയിട്ട് അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുക, അതാണ് ആരാധന എന്ന് പറയുന്നത്. സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ പോയിട്ട് ഒരു മനുഷ്യന് കാണിക്കാവുന്നതിന്റെ പരമാവധി വിനയവും താഴ്മയും അവിടെ കാണിക്കുക, അതാണ് ആരാധന എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ കാണിക്കുന്നുണ്ടോ? നമ്മൾ അതിന്റെ മുമ്പ് യാതൊരു താഴ്മയും കാണിക്കുന്നില്ല. നമ്മൾ തല ഉയർത്തി പിടിച്ച് കൈകൊണ്ടൊന്ന് തൊടും, മുത്തും, അത്രേ ഉള്ളൂ. നമ്മൾ ഉമ്മാനെ മുത്തുന്നുണ്ട്, ഉമ്മാനെ ആരാധിക്കാണോ? അല്ല. അപ്പൊ ആ കല്ല് ഒരു ഉപകാരം ചെയ്യുന്ന നമ്മൾ വിശ്വസിക്കുന്നില്ല. ആരെങ്കിലും ആ കല്ല് മുത്താതെ പോയാൽ അല്ലെങ്കിൽ തൊടാതെ പോയാൽ അവന്റെ ഹജ്ജ് സഹീഹാണ്, ഒരു കുഴപ്പമില്ല. അതിനൊന്ന് തൊട്ട് മുത്തിയ നല്ലത്, അത്രമാത്രം. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം നമുക്കില്ല. അതിൽ നിന്നൊരു ഉപകാരമോ ഉപദ്രവമോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അള്ളാഹുവിന് മാത്രമാണ് അതിനുള്ള അധികാരമുള്ളത്. നമ്മളൊരു വ്യക്തിയുടെയും ഒരു വസ്തുവിന്റെയും മുമ്പിൽ ഈ പരമമായ കീഴ്വണക്കം, താഴ്മ, ആരാധന എന്ന് പറയുന്നത് കാണിക്കുകയില്ല. അത് അള്ളാഹുവിന്, സൃഷ്ടാവിന് മാത്രമുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് ഈ ബാബുൽ മുഹാഫദത്തി അല സുന്ന, സുന്നത്ത് കാത്തു സൂക്ഷിക്കുന്നതിന്റെ ബാബ് എന്ന അധ്യായത്തിൽ ഇമാം നവവി റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ബാബിന്റെ പ്രാധാന്യം, ഇത് ഈ കിതാബിൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായിരിക്കും. സുന്നത്ത് ഇത്തിബാ ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കാനുള്ള അതിയായ താല്പര്യം നമുക്കുണ്ടാകണം. അതാരാണോ പഠിപ്പിക്കുന്നത്, ആരാണോ അതിൽ കൂടുതൽ ആവേശവും അത് ആത്മാർത്ഥതയും കാണിക്കുന്നത്, അവരായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ, അവരായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട്, അവരിൽ നിന്നായിരിക്കണം നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സിദ്ഖുള്ളവരെ കൂടെ നിൽക്കുക. സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? സംസാരത്തിൽ സത്യം പറയാന്ന് മാത്രമല്ല, അതിനേക്കാൾ വലുതാണ് ഷഹാദത്ത് കലിമയിൽ സത്യസന്ധത കാണിക്കുന്നത്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് തോന്നിയ പോലെ നടന്നാൽ സിദ്ഖ് എവിടെ? സത്യസന്ധത എവിടെ? അള്ളാഹുവിന്റെ റസൂലാണിത്, ഈ പറഞ്ഞതൊക്കെ അള്ളാഹു തആല വഹയായിട്ട് ഇറക്കി കൊടുത്തതാണ് എന്ന് നാവുകൊണ്ട് പറയുകയും ഒരു അന്യനായ മനുഷ്യൻ, നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ എഴുതിയ ഒരു സാഹിത്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഗ്രന്ഥം, അതിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും സുന്നത്തിന് നമ്മൾ കൊടുക്കുന്നില്ല. പത്രത്തിലൊരു വാർത്ത കണ്ടാൽ നമ്മളത് പരിഗണിക്കും. ഇന്ന രോഗമുണ്ട്, അതിന് പ്രതിരോധ മാർഗങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വ്യക്തി, ചിലപ്പോൾ കാഫിറായിരിക്കും, ചിലപ്പോൾ ബുദ്ധിയില്ലാത്തവനായിരിക്കും, എന്തെങ്കിലും എഴുതി വെച്ചാൽ നമ്മളതൊന്ന് പരിഗണിക്കും, അതൊന്ന് ചെയ്തു നോക്കും. ആ വില പോലും നരകത്തിൽ പോകാനുള്ള കാരണങ്ങളാണ് ഇതൊക്കെ, നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളണം, സ്വർഗത്തിൽ പോകാനുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ, ചെയ്തു കൊള്ളണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചുള്ള ഹദീസുകൾക്ക് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിലോ പിന്നെ ഈ കെലിമയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ സിദ്ഖ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ കെലിമയോടുള്ള സിദ്ഖാണ്, അതിനോടുള്ള ആത്മാർത്ഥതയാണ് ഒന്നാമത് വേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പഠിക്കാൻ നമുക്ക് താല്പര്യമാണ്. ആ താല്പര്യമുള്ളവർക്ക് അല്ലാഹു തആല അതിനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യും. അതിനുള്ള വഴികൾ നമ്മൾ ഉണ്ടാക്കണം. അത്തരത്തിലുള്ള സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കണം, അതിൽ നമ്മൾ പങ്കെടുക്കണം, കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, ചോദിക്കണം, അമൽ ചെയ്യണം. അല്ലാഹു തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും അദ്ദേഹത്തിന്റെ സുന്നത്ത് മനസ്സിലാക്കാനും അത് ശരിക്കും അതിന്റെ ശരിയായ രൂപത്തിൽ ഗ്രഹിക്കാനും ഉൾക്കൊള്ളാനും അമൽ ചെയ്യാനും അതിലേക്ക് ക്ഷണിക്കാനും ഒക്കെയുള്ള അനുഗ്രഹം, ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമാ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.